താരസംഘടനയായ അമ്മയ്ക്കെതിരായി പോലീസിലേക്ക് പരാതി പോകുന്നു. അൻസിബ ഹസൻ എന്ന സ്ത്രീ അവരെ ഭീഷണിപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും അവരെ തല്ലാനോങ്ങുകയൊക്കെ ചെയ്ത ടിനി ടോമിനെതിരെ അമ്മയുടെ ഭാരവാഹികൾ മുമ്പിൽ പരാതി കൊടുത്തു. കഴിഞ്ഞ 1 വർഷമായിട്ട് ഒരു നടപടി അവരെടുത്തില്ല. അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോനും അവിടുത്തെ സെക്രട്ടറി കുക്കു പരമേശ്വരനും അവർ ഈ കാര്യത്തിൽ ഒരു നടപടി എടുത്തില്ല. അതൊരു കുറ്റകരമായ ഒരു സംഭവം തന്നെയാണ്. ഒരു ഇൻ്റർനാഷണൽ ഒമിഷൻ, അതിനെതിരായി അവർ നടപടിയെടുക്കാതെ അത് അവിടെ പൂഴ്ത്തിവെച്ചു. അതേ സമയത്ത് പോലീസ് റിപ്പോർട്ട് ചെയ്തില്ല. പോലീസ് റിപ്പോർട്ട് ചെയ്യാതെ വന്നതുകൊണ്ട് ആ സ്ത്രീ അൻസിബ ഹസന് ന്യായമായ പരിഹാരം അമ്മയിൽ നിന്നുണ്ടാകും എന്ന് കരുതിയാണ് ആ സംഘടനാ പ്രസിഡൻറ്റും സെക്രട്ടറിക്കും പരാതി കൊടുത്തത്. ടിനി ടോമിൻ്റെ സ്വാധീനം കൊണ്ടോ എന്തോ നടപടി മുന്നോട്ട് പോയില്ല. അവർക്ക് പോലീസിൽ അത്ര വിശ്വാസവുമില്ല. അവർ സിനിമാ രംഗത്ത് കൊച്ചു പെൺകുട്ടിയായിട്ട് വന്നവരാണ്. അവരെ അമ്മയുടെ കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയായിരുന്നു. അവർ മത്സരിച്ചതല്ല, അവരെ നോമിനേറ്റ് ചെയ്യുകയായിരുന്നു. അവർക്കുണ്ടായ തിക്ത അനുഭവം അവർ പ്രസിഡന്റ് സെക്രട്ടറി മുമ്പിൽ പറഞ്ഞിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് നടപടിയൊന്നും ഉണ്ടായില്ല. അവരെ പോലെ തന്നെ തിക്ത അനുഭവമുള്ള ലീന കുറുപ്പും രംഗത്തുണ്ട്. ഒരു നടപടികളും അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അവിടെ ജനറൽ ബോഡിയിലൊക്കെ അവതരിപ്പിക്കാൻ പോകുന്നു, പിടിക്കുന്നു എന്നൊക്കെ പറയാം. അങ്ങനെയല്ല ഒരു നടപടി എടുക്കേണ്ടത്. അമ്മയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിക്കും ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അതവിടെ തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ശാശ്വതമായ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം, രമ്യമായ പരിഹാരം അവിടെ തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിയമ നടപടിയിലേക്കാണ് പോകേണ്ടത്. ഇവിടെ അൻസിബ ഹസനെ ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അവരെ തല്ലാൻ കൈയോങ്ങുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം, ഒരു ക്രിമിനൽ കുറ്റമായ സംഭവം, അത് അമ്മയുടെ പ്രസിഡന്റ് സെക്രട്ടറി പതുക്കി വെച്ചു. അത് 202 IPC പ്രകാരം കുറ്റകരമാണ്. അത് റിപ്പോർട്ട് ചെയ്യണം. അത് ചെയ്തില്ല അവർ. അത് തന്നെയല്ല, ചീത്തയും തെറിയും വിളിച്ചു എന്നുള്ള അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതൊരു ഒബ്സീനാണ് ആക്റ്റാണ്. അത് 294 BNS 2 വർഷത്തെ തടവാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഉപയോഗിച്ച വാക്കുകൾ, മോശം പദങ്ങൾ, ചീത്തകൾ, അവരെ ഇൻസൾട്ട് ചെയ്ത് മോഡസ്റ്റി ഓഫ് ആൻ വുമണിൻ്റെ എതിരായിട്ടൊക്കെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ 509 IPC പ്രകാരം കുറ്റകാരം തന്നെയാണ്. അവരുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു. അത് 79 BNS പ്രകാരം കുറ്റം. 3 വർഷത്തെ തടവാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ അഭിമാനത്തെ, സ്ത്രീത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വാക്കുകൾ, ഇവർ പല പുരുഷന്മാരുമായിട്ട് ഇവർ പോയി എന്നൊക്കെ തുറന്നടിച്ചിട്ടുണ്ട് ടിനി ടോം. അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനി അവിടുന്ന് അമ്മയെന്നൊരു നീതി ലഭിക്കില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു. അവരെ പോലീസിൽ തന്നെ പരാതി കൊടുക്കാൻ തീരുമാനമെടുത്ത്. നല്ല കാര്യം. നേരത്തെ ഇവർക്ക് നീന കുറുപ്പിൻ്റെ ആയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, അറിയില്ല. എങ്കിലും നീന കുറുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്കെതിരായിട്ട് നേരത്തെ ഒരു പരാതി കൊടുത്തപ്പം വളരെ തിക്താനുഭവം ഇവർക്കുണ്ടായി എന്ന് പറയുന്നുണ്ട്. അതൊക്കെ പ്രശ്നങ്ങൾ അവർ തമ്മിൽ പറഞ്ഞ് തീർത്തെന്നും പറയുന്നുണ്ട്. എന്തായാലും അതിനകത്ത് തൃപ്പൂണിത്തുറയിലെ ഒരു വനിതാ SIക്കെതിരായിട്ടും ആരോപണമുണ്ട്. വനിതാ ഡയറക്റ്റ് SI ആണ് അവർ. എന്താണ് അവർ ഏതെങ്കിലും ഒരു പക്ഷത്തോട് ചേരുന്നത്? പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർക്ക് മുമ്പിൽ വരുന്ന പരാതികളെ ന്യായമായി അത് പരിശോധിച്ച് അതിന് ക്രിമിനൽ സ്വഭാവം ഉള്ളതാണെങ്കിൽ കേസെടുക്കുക. അവർ തമ്മിൽ രമ്യതയാകുന്നുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഒരു പക്ഷം ചേർന്ന് അത് കേസ് ഒതുക്കാനോ, ഒരു പക്ഷം ചേർന്ന് മറ്റവരൊക്കെ എതിരായിട്ട് നടപടിയെടുക്കാനോ അവരെ ഭീഷണിപ്പെടുത്താനോ ഒരു SI ചെയ്യാൻ പാടില്ല. അത് രാഷ്ട്രീയമായോ സാമ്പത്തികമായ സ്വാധീനം കൊണ്ട് ആ രീതിയിൽ ചെയ്തിട്ടുണ്ടാവാം. അത് തെറ്റാണ്. അതിപ്പം എന്നായാലും ശരി, അതിനെതിരെ നടപടി ഒരിക്കലും ഉണ്ടാവും. ഇപ്പം അൻസിബ ഹസന് അവിടുത്തെ തൃപ്പൂണിത്തുറയിലെ ഒരു SI ഇവരെടുത്ത് ഒരു വനിതാ SI വളരെ മോശമായി പെരുമാറി എന്ന്
അന്നേ ആരോപണമുണ്ട്. അവർക്ക് ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അവർക്കെതിരായിട്ട് പരാതിയുണ്ട്. അത് നടപടി ഉണ്ടാകണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. അതുപോലെ തന്നെ ഈ കേസിനെ സംബന്ധിച്ച് ടിനി ടോം നല്ല നടനായിരിക്കാം. പക്ഷേ അമ്മ എന്ന സംഘടനയിൽ അദ്ദേഹത്തിനെതിരായ ഒരു ആരോപണം പറഞ്ഞ ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു നടിയെ ഭീഷണിപ്പെടുത്തുക, അമ്മയുടെ ഭാരവാഹികൾ അതിന് നടപടിയെടുക്കുന്നില്ല, അത് ജനറൽ ബോഡിയിൽ വെച്ച് നടപടിക്ക് ശുപാർശ ചെയ്യുക. ജനറൽ ബോഡി അവരുടെ ഭൂരിപക്ഷമാണല്ലോ. അപ്പോൾ എന്ത് നടപടി വരുന്നു? നിയമപരമായ കാര്യങ്ങൾ അവരങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്? അത് പേഴ്സണലായിട്ട് അവരെ വിളിക്കുക, അവർക്ക് പരാതി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുക, എതിർ കക്ഷികൾ അവർ ഇത് ചെയ്തോ എന്ന് നോക്കുക. അവർ തമ്മിൽ ഒത്തുതീർപ്പായില്ലെങ്കിൽ അപ്പോൾ തന്നെ പോലീസ് റെഫർ ചെയ്യുന്നു. കഴിഞ്ഞ 1 വർഷമായിട്ട് അത് പതുക്കി വെച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും നിയമപരമായി കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. 6 മാസത്തെ തടവ് അവർക്ക് ഇതിൽ ലഭിക്കാം. ഇതിപ്പം പോലീസിൽ പറയുമ്പോൾ 1 വർഷത്തിന് ശേഷം ആണ് അൻസിബ ഹസൻ പരാതി കൊടുക്കുന്നത്. അതേസമയത്ത് 1 വർഷം മുമ്പ് അമ്മയിൽ അവർ പരാതി കൊടുത്തിരുന്നു. എന്തുകൊണ്ട് അമ്മ അതിന് നടപടിയെടുത്തില്ല? അത് ജനാധിപത്യകരമായ കാര്യങ്ങളിലേക്കൊക്കെ എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ടൊരു കാര്യം നടക്കാനായിട്ട് കഴിയില്ല. അത് അമ്മയുടെ ആയാലും ഏത് സംഘടനയായാലും ശരി, ഭാരവാഹിയായിട്ട് വരുന്നവർ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെതിരായിട്ട് നിയമപരമായ നടപടിയിലേക്ക് പോകേണ്ടതാണ്. പോകാൻ ധൈര്യം കാണിക്കണം. അല്ല പഞ്ചായത്ത് പറഞ്ഞ് സമയം കളഞ്ഞ് ഇവരെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള വർത്തമാനം ഈ ഭാരവാഹികൾ ഇത്രയും ഉന്നതമായ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സെക്രട്ടറി നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. അവർക്കെതിരായിട്ട് തീർച്ചയായിട്ടും നടപടി വേണം. ഇവർ പോലീസിൽ പറയുന്നുണ്ടെങ്കിൽ അവർ ആ പ്രശ്നങ്ങൾ ഒതുക്കി വെച്ച്, ഒരു ക്രിമിനൽ കുറ്റം ഒതുക്കി വെച്ച് നടപടിയെടുക്കാതെ പൂഴ്ത്തി വെച്ചതിന് 6 മാസത്തെ ശിക്ഷ അവരുടെ ലഭിക്കട്ടെ. അതുകൊണ്ട് കാര്യങ്ങൾ കൈവിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു അമ്മയിലെ 2-3 ഗ്രൂപ്പുകളുണ്ടെന്ന് പറയുന്നു. ഇടവേള ബാബു ഒക്കെ സമയത്ത് ഇങ്ങനത്തെ നിരവധി പ്രശ്നങ്ങൾ വന്നെങ്കിലും അത് പുറത്തേക്ക് വമിച്ചില്ല. അതുകൊണ്ട് കഴിവുള്ള ആൾക്കാർ അമ്മയുടെ സംഘടനയിൽ വരണം. പ്രശ്നങ്ങൾ കണ്ടാൽ അത് കൈവിട്ടു പോകുന്നെങ്കിൽ അത് പോലീസിൽ പോട്ടെ. അല്ല അമ്മ സംഘടനയെ പൊതിഞ്ഞിരിക്കുന്നവർ അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ അവർക്ക് കഴിവില്ലെങ്കിൽ അത് നിയമപരമായിട്ട് നടപടിയിലേക്ക് പോകുന്നതല്ലേ ഉത്തമം. അതുകൊണ്ടാണല്ലോ ഇപ്പോഴത്തെ ഭാരവാഹികൾക്കെതിരായിട്ട് അൻസിബ ഹസൻ ഇപ്പം നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് ലീഗലായിട്ട് പോലീസ് ആ കാര്യം നോക്കും. അതുകൊണ്ട് അമ്മ എന്ന സംഘടനയുടെ ഭാരവാഹിയാണ്, പ്രസിഡൻ്റാണ്, ഞാൻ മലയാളത്തിലെ ഏറ്റവും വലിയ നടിയാണ്, തന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്നൊന്നും ആരും വിചാരിച്ചു കളയരുത്. നമുക്കറിയാമല്ലോ, നേരത്തെ അമ്മ സംഘടനയിലെ പലരും പല പീഡനങ്ങളിൽ സഹിച്ചു. അതിനെപ്പറ്റി ഒരു കമ്മിറ്റി ഉണ്ടായില്ലേ, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. അതിൻ്റെ ബൃഹത്തായ റിപ്പോർട്ട് സർക്കാർ പതുക്കി എന്ന് പറയേണ്ടി വരും. അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം വെളിയിലേക്ക് വിടുകയും സെൻസർ ചെയ്ത് വിടുകയും അതിനകത്ത് ഏത് മഹാന്മാരാണ് ആ കുറ്റം ചെയ്തതെന്നാലും ശരി അത് പുറത്തേക്ക് വിടുന്നതാണ് ഉത്തമം. ഇനിയെങ്കിലും അങ്ങനെയുള്ള ഇമേജുള്ള ആൾക്കാർ അവർ ചെയ്യുന്ന 2-3 ഇമേജുകൾ സൃഷ്ടിച്ച മലയാളത്തിലെ വലിയ വലിയ നടന്മാരും ഉണ്ട്. അതൊക്കെ വെളിയിലോട്ട് വന്നല്ലേ പറ്റുള്ളൂ. ഒറ്റ ഇമേജ് മതി. ഒരു നടനെങ്കിൽ ആ നടനെ നമ്മൾ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. ആ നടൻ്റെ ഇമേജ്, സിനിമയിൽ അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ ഇമേജുകൾ അതൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ ക്രിമിനൽ കുറ്റങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഹേമ കമ്മിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.